പാടാൻ പോവാണേ പാടാൻ പോവാ. താരക പെണ്ണാളേ താരക പെണ്ണാളേ കതിരാടും മിഴിയാളേ തമ്പൂരത്തിടും കരിങ്കാലം പോലെ പരച്ചാട്ടേ ചേച്ചി ഇത് എത്ര വയസ്സ് തൊട്ട് ഇങ്ങനെ ഉണ്ട്? ഇങ്ങനെ കൊട്ടി കയറുവാണോ? 8 മാസത്തിൽ തുടങ്ങിയത്. 8 മാസം എഴുതി തുടങ്ങാറായപ്പോൾ തുടങ്ങിയതാണ്. ഒരു ചെറിയൊരു ഡപ്പയ്ക്കകത്ത് നിന്ന് തുടങ്ങിയതാണ്. പിന്നെ അത് കഴിഞ്ഞ് ഒരു വയസ്സായപ്പോൾ അവനൊരു ചെണ്ട കിട്ടി. ബർത്ത്ഡേക്ക് ഒരു ചെണ്ട കിട്ടി. അതിനുശേഷം എപ്പോഴും തന്നെ കാര്യം 2 കമ്പും വേണം. എവിടെയെങ്കിലുമൊക്കെ കൊട്ടിക്കൊണ്ടിരിക്കും. ഇത് നിർത്തൂ. ഒരു കാര്യം ചോദിക്കട്ടെ, പേരെന്തുവാ? പേര് പറയുമ്പോ ചെണ്ട കൊട്ടുന്നത് നല്ല ആക്റ്റീവായിട്ട്. പേര് പറയുന്നത് പേരെങ്ങനെ പറയുന്നത്? പേര് പറയുന്നത് അപ്പൊ ആയുഷാണ് നമ്മളോട് ഉള്ളത്. ആയുഷിനെ എല്ലാവരും കണ്ടു കാണും, വൈറൽ താരമാണ്. അപ്പൊ ചേട്ടാ ഇത് എത്ര ഈ ഒരു എനർജി ഏത് വയസ്സിലുണ്ട്? എനർജി ചില സമയത്ത് രാത്രി 1 മണിക്കാണെങ്കിലും ഞങ്ങൾക്ക് ഉറക്കം കിട്ടത്തില്ല. രാത്രി ഫുൾ ടൈം ചെണ്ടയെന്നല്ല, അവന് എവിടെങ്കിലും ഒക്കെ കൊട്ടിക്കൊണ്ടിരിക്കണം. പാട്ടയോ തകരം സ്റ്റീൽ പാത്രോ ഈ അരഫത്തിൽ കൊട്ടാൻ പാട്ട് വേണമല്ലോ. ഈ ചെണ്ടക്കാരന് വീട്ടിൽ സ്വന്തമായിട്ട് പാട്ടുകാരി ഉണ്ടോ? അതാരാ പാട്ട് വേണം? അല്ല, അമ്മ ഇല്ലായിരുന്നു ഈ കഴിവ് കണ്ടതില്ല. ഇരുട്ടിൽ സിറ്റി വാഴും രാജാവുക്ക് എല്ലാരും ചൊല്ല് ഇവനെ തൊഴുവാനായി എന്നും ജനത്തിരക്ക് കാലം എടുത്തു വെച്ചാൽ സ്വർഗം പോലും കണ്ടൊരു വേൾഡ് ഇല്ലും മിന്നാണ്ടി കണ്ണൻ തനി നാടൻ കൊലമല്ലും മിന്നാണ്ടി. ഇപ്പൊ എന്തായാലും ചേട്ടാ പാട്ട മാറി നമ്മള് ചെണ്ട വാങ്ങിച്ചു കൊടുത്തു. ഇനി ഭാവി എങ്ങനെ ഇതില്ലേ? അവന് താല്പര്യമുള്ള ഞങ്ങൾ അതുപോലെ വിടും. ഇവിടെ കാണുന്ന കുടുംബക്ഷേത്രം നമ്മുടെ അന്നേരം അവിടെ എപ്പോഴും ഈ ചെണ്ട കൊണ്ടുവരുന്ന സമയത്ത് ഇവന്റെ ഒരു ആകാംക്ഷ നമുക്കത് കാണുമ്പോഴേ അറിയാം. എന്ന് വെച്ചാൽ സംസാരിക്കാൻ പോലും ആയിട്ടില്ല, ഇങ്ങനെ കൈ ചൂണ്ടി കാണിക്കും. അമ്പലത്തിലെന്നല്ല, നമ്മളൊരു ഉത്സവത്തിന് പോയാലും അങ്ങനെ തന്നെയാണ്. ചെണ്ടക്കാരെ കാണുമ്പോൾ ഉടനെ ചെണ്ട വേണം. അവിടുന്ന് വരാനും പാടാ. ബാബുജി സരാ ധീരെ ചലോ ബിജ്ലി ഘടി യഹാ ബിജ്ലി ഘടി നैनों में जिंगारिया गोरा बदन शोरों की लड़ी ए गिरी 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 बिजली गिरी इस पे गिरी उस पे गिरी लोग गिर पड़ी. അപ്പോൾ ഈ ഒരു കുഞ്ഞു പ്രായത്തിൽ ഇത്രയും താളബോധം കിട്ടിയതിന് കാരണം ആർക്കെങ്കിലും അറിയാമോ? ഇല്ല. അതിന് ഞങ്ങൾക്ക് മറുപടിയില്ല. ഞങ്ങൾ അതുകൊണ്ട് കൊട്ടിക്കേറി പാടി അങ്ങ് തുടരുകയാണ്. എല്ലാരും ചൊല്ലണ് കല്ലാണി നെഞ്ചിലെന്ന് കരിങ്കല്ലാണ് നെഞ്ചിലെന്ന് ഞാനൊന്നു തൊട്ടപ്പോൾ നീലക്കരിമ്പിന്റെ തുണ്ടാണ് കണ്ടതയ്യാ ചക്കര തുണ്ടാണ് കണ്ടതയ്യാ. ഷാനവാസ് ഫരീറിനൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.